വെൽക്കം. എൻ്റെ പേര് ശിവകുമാർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ വളരുക. അപ്പോൾ എല്ലാവരും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു യേശു ക്രിസ്തുവിൽ വളരുക. അപ്പോൾ അതെങ്ങനെ വളരണം എന്നുള്ള വഴികളാണ് നമ്മൾ കൂടുതലും തിരയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ഫലം കാഴ്ച ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ആദ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. എന്നിട്ട് അതിലേക്ക് പോകുന്ന വഴികൾ എങ്ങനെയാണെന്ന് നമുക്കിനി അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ആ വഴിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ പിക്ചർ രൂപത്തിലൊക്കെ നമ്മൾ വരച്ചിരിക്കണം. ഇതെന്തിനായി വരച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് യേശു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ടോപ്പ് സ്റ്റേജാണ്. യേശുവിൽ വളർന്ന ഇദ്ദേഹം ടോപ്പ് ലെവലില് ഹൈ ലെവലിൽ നിൽക്കുന്ന അനുഭവമാണ്. ഈ ഒരു വൃക്ഷം വളർന്ന് വചനത്തിലൂടെ ഈ വേരൂന്നി വളർന്ന് ശക്തമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മരമായി തീർന്നു, ഫലം കായ്ക്കുന്ന മരം. അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യേശു ക്രിസ്തു ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന അനുഭവമാണ്. അപ്പൊ ഈ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പൊ എത്തിച്ചേരേണ്ടതിന് ഒരു ദർശനമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കർത്താവായ ദൈവത്തിന്റെ ഇഷ്ടം പറയുന്നത് ഇങ്ങനെയാണ്. കൊലോസ്യർക്കെതിരെ 1:20 പറയുന്നുണ്ട്, അവരോട് ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ മഹിമാതരം എന്തെന്ന് അറിയുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ അഹിതം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തു ഇരിപ്പുണ്ട്. പക്ഷെ യേശു ക്രിസ്തു എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ മാത്രം പോരാ, അത് വളർന്ന് വചനമെന്ന വേരൂന്നി വളർന്ന് വലുതായി ഒരു വലിയ വൃക്ഷമായി തീരണം. ഈ വൃക്ഷമായി തീർന്നാലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു ദർശനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പൊ ഈ പിക്ചറിനകത്ത് നമ്മൾ വരച്ചേക്കുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിയുടെ രൂപമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ യേശു വസിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തു വസിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിലൂടെയാണ്. ഈ വചനത്തിലൂടെ വന്നിട്ട് വചനത്തിൽ വേരൂന്നി അദ്ദേഹം വചനത്തിൽ വേരൂന്നി വളർന്ന് വലുതായി ഒരു വലിയ വൃക്ഷമായി തീർന്നു. വൃക്ഷമായി തീരാന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീർന്നു. അപ്പോൾ യേശുവിൽ വളർന്ന് വലുതായി ഏറ്റവും ടോപ്പ് സ്റ്റേജിൽ ആ വ്യക്തി എത്തിച്ചേർന്നു. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുക, പ്രവേശിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമായി ഈ ഒരു വൃക്ഷ രൂപത്തിലായി തീർന്നിട്ടുണ്ടോ, തീരാൻ സാധിച്ചിട്ടുണ്ടോ, അതിന് വേര് തോന്നിയിട്ടുണ്ടോ, വചനത്തിൽ നമുക്ക് വേര് വളർന്ന് കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലെ സ്റ്റെപ്പ് വെച്ചാലാണ് നമ്മൾ ഈ ഫലം കായ്ക്കുന്ന ഒരു മരമായി തീരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജാണ്, ഒന്നാമത്തെ കാര്യം പറയുന്നതാണ് വചനത്തിൽ വളരുക. അപ്പൊ നമ്മുടെ ദർശനത്തിൽ ഈ സ്റ്റെപ്പ് ഈ കറക്റ്റ് റൂട്ടിൽ പോയാൽ നമ്മുടെ ജീവിതത്തിന് ഈ ഫലം കായ്ക്കാൻ പറ്റും. അപ്പൊ അതിനെ പറയാം വചനത്തിൽ വളരുക. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ വളരുക. അടുത്ത വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുക. അപ്പൊ നമുക്ക് ഒന്ന് വചനത്തിൽ വളരണം, പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ വളരുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കണം. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ രക്ഷ പ്രാപിക്കേണ്ട ഒരു ശരീരം, മനസ്സ്, ആത്മാവ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ, ഉറപ്പുണ്ടായിരിക്കണം. അടുത്തൊരു വിഷയമാണ് ആത്മീയ സ്വഭാവം, ജഡീക സ്വഭാവം. ആത്മീയ സ്വഭാവം, ജഡീക സ്വഭാവം. അടുത്ത വിഷയം എന്ന് വെച്ചാൽ വിവാഹം, കുടുംബജീവിതം. അപ്പൊ വിവാഹം, കുടുംബജീവിതം. അപ്പൊ ഇത്രയോ സ്റ്റേജിൽ കൂടി നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഈ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആത്മീയ ജീവിതത്തിന്റെ സ്റ്റെപ്പായിട്ടുള്ള ഈ അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം. അപ്പൊ ഇത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ദർശനം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചായിട്ടുള്ള ഈ ദർശനം സംബന്ധിച്ചായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പങ്കുവെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ യേശുവിൽ വളർന്ന് ഒരു ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പൊ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഓരോ കാര്യങ്ങളും ഈ വചനങ്ങൾക്ക് അടിസ്ഥാനമായി, ഈ പറഞ്ഞ ദർശനത്തിന് അടിസ്ഥാനമായ രീതിയിലായിരിക്കും നിങ്ങളുമായി വചനം പങ്കുവെക്കുന്നത്. കാരണം യേശു നിങ്ങളുടെ ഉള്ളിൽ വളർന്ന് ഫലം കായ്ച്ച് നിങ്ങൾ ഫലമുള്ള ഒരു വ്യക്തികളായി തീരണം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിശ്ചയം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. അത് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമുക്ക് യേശുവിനെ കുറിച്ച് അറിയിക്കാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഈ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. ദൈവനാമം മാത്രമേ യേശുവിന്റെ നാമം